അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഷുമ്മ ദുആ ചെയ്യുകയാണ് റിസ്വാന വക്കീലിന് വേണ്ടിയിട്ട്. പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ അന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ നീ വിജയിപ്പിച്ച് തരണേ അല്ലാ. എൻ്റെ പൊന്നുമോൻ നവാസിനെ എനിക്ക് പുറത്തിറക്കണം അല്ലാ. ഐഷുമ്മ നിരന്തരം അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഷാമോൻ ഉമ്മയുടെ അരികിലേക്ക് വന്നു. ഉമ്മ, ആ മോനെ, പിന്നെ സൗദിയുടെ അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ. കാരണം നവാസ്കയുടെ മുഴുവൻ സമ്പാദ്യം എന്ന് വെച്ചാൽ ഏകദേശം പകുതിയോളം ഒരു ഷോപ്പിനെ മുഴുവനായിട്ടും സൗദിയുടെ ഫോണിലേക്കായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. മോനെ, അതൊക്കെ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല, നമുക്ക് അത് എങ്ങനെ വെച്ചാൽ ആയിക്കോട്ടെ. ഉമ്മ, അതുപോലും ഒന്ന് നവാസ്ക വേർപ്പെടുത്തിയിട്ടില്ല, അത് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. കാര്യം എന്താ? ഒന്നുമല്ല, കാരണം ഒരു കുറച്ച് പിണങ്ങിയൊക്കെ നിന്നതല്ലേ. അപ്പോൾ പിന്നെ ഒരിക്കൽ പോലും നവാസ്ക അത് ഒഴിവാക്കിയിട്ടില്ല. ചെലവിന് കൊടുക്കൽ അത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഭാര്യയാണ്. എന്തൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയാലും അവൾ ചിലവിന് കഴിഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടത്തിന് ക്യാഷ് ലഭിച്ചോട്ടെ എന്നതുകൊണ്ട് തന്നെ നവാസ്ക അതിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഉമ്മ, ആ ഫോൺ ഇപ്പോൾ സൗദിയുടെ കയ്യിലല്ലല്ലോ, അതുമായിട്ട് അനിയത്ത് മുങ്ങിക്കണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞതാണ്. മോനെ, അല്ല, അപ്പോൾ പിന്നെ അനിയത്തിൻ്റെ കയ്യിലാണോ? അങ്ങനെയാണെങ്കിൽ ആ ഫോൺ നമ്പറെങ്കിലും ഒന്ന് മാറ്റിക്കാണ്ട്. ഉമ്മ, ഒന്നിനും നിന്നിട്ടില്ല നവാസ്ക. കാരണം നവാസ്കയും സൗദിയും തമ്മിൽ അങ്ങനെ ടച്ച് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവർ ചിലവിന് എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. എന്തപ്പോൾ ചെയ്യുക? നവാസ്ക അത്രയും ആളുകൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്നും തിരികെ കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ ഒരു വരുമാന മാർഗം നിലപ്പിക്കണമെന്നോ നവാസ്ക വിചാരിച്ചിട്ടില്ല. ഉമ്മ പാവമാണ്. അത്രയും അവരുടെ ആ വീടിന് വേണ്ടി അല്ലെങ്കിൽ അവർ ആ ഫാമിലിക്ക് വേണ്ടി അവൻ ഉപകാരം ചെയ്തിട്ട് പോലും അവസാനം അവന് ജയിലിൽ എണ്ണേണ്ട അവസ്ഥയായിപ്പോയി. പൊന്നു മോനെ, എന്താ ചെയ്യുക? അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകാന്നുള്ളത് ഇപ്പോഴാണ്. പാവൻ്റെ കുട്ടി നവാസ്, അവനക്ക് യാതൊരു കൗശലും ബുദ്ധിയൊന്നുമില്ല. ചിലവരാണെങ്കിൽ എന്നേ പെണ്ണുങ്ങളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലവർ 5 പൈസ കൊടുക്കൂല. അങ്ങനല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വിട്ടുവെച്ച് കൊടുത്തു. ലാസ്റ്റ് എന്താ ഇപ്പം കാട്ടിയത്? എൻ്റെ കുട്ടിക്ക് പോലും കൊടുത്തൊരു സമ്മാനമാണ് ഇത്. ജയിലറ അത്രയും വലിയൊരു ബമ്മാട് ഉണ്ടാക്കി വെച്ചിരിക്കണം. നല്ല എന്തോ ഒരു വിലപ്പിടിപ്പുള്ള സ്ഥലമാണ് ചിട്ടിക്ക് അവിടെ. ആ വിലക്ക് ആ സെൻറ്റ് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ 2 തട്ടിൽ 2, 3, അത്ര 4, 5, 6 ബെഡ്റൂമും ഓരോന്നിനും ബാത്റൂം അറ്റാച്ചും കാര്യങ്ങളും എത്രങ്ങാനും വലിയ വിശാലമായ മുറ്റും ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല മട്ടത്തിന് അത് ഒക്കെ ആക്കി കൊടുത്തല്ലോ. എന്താ ചെയ്യുക? എന്നാലും ഇപ്പോൾ എന്നോടൊരു വാക്കേറ്റ് പോകുമ്പോൾ മുണ്ടിയതും ഇല്ല കേട്ടോ അന്ന്. ആയിക്കോട്ടെ, ഒന്നുമില്ല, എൻ്റെ കുട്ടിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. എന്തിൻ്റെ ഒരു കുട്ടീൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവനെ ഒന്നും ചെയ്യൂല, എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എൻ്റെ കുട്ടിക്ക് പോലെ കൊടുത്ത സമ്മാനമാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഐഷുമ്മ അതാ ഏറെക്കുറെ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഈ സമയം അതാ ഉസ്താദ് സമീറയോട് പറഞ്ഞു, ഷമി, എന്തേക്കാ ഇപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രസവവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റാഹത്തോടു കൂടി കഴിഞ്ഞു. പിന്നെ നല്ല രീതിയിൽ തേച്ചുകുളിയും അതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മളെ ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് മാറിയാലോ? കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. അല്ല, എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവിടെ നവാസ്ക ജയിലിലും ഒക്കെ ആയിട്ട് ആകപ്പാടെ ഒരു ടെൻഷനൊക്കെയാണ്. അപ്പോൾ എന്താ വേണ്ടത്? നമുക്കിനി മാറി താമസിച്ചാൽ അൽഹംദുലില്ലാ ഇത്രയും ദിവസം ഐഷുമ്മ കുഞ്ഞുങ്ങളെ നിന്നെയൊക്കെ നോക്കി നല്ല രീതിയിൽ റാഹത്തോടു കൂടി. ഇനി നമുക്ക് ഒന്നങ്ങോട്ട് ഇക്ക, അതിനുമ്മ സമ്മതിക്കുമോ? ഞാൻ ചോദിച്ചു നോക്കാം. അങ്ങനെ അതാ ഐഷുമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ റൂമിലേക്ക് വന്നു. മോളെ, കുട്ടികൾ ഉണ്ണീച്ചടി, എന്നാ അത് കുടിച്ചാണി മാനുട്ടി. അപ്പോഴും അതാ ഐഷുമ്മ അവൾക്ക് ബൂസ്റ്റുമായി വരുന്നു. ഇത് കുടിച്ചാളി, ഇതാ കുറച്ച് കാടമുട്ടി പൊങ്ങിക്കണ്, ഇനിയിപ്പോൾ അത് കുടിച്ചാളി. എന്നാൽ സ്നേഹത്തോടെ നീട്ടുന്ന ആ ഭക്ഷണം അവൾ സന്തോഷത്തോടെ വാങ്ങി. അവൾ അത് കഴിക്കുന്നതിനിടയിൽ, ഉമ്മ. എന്താ മോളെ? ഉമ്മ, അത് പിന്നെ ഇത്ര ദിവസം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടില്ലേ, അതിനെ ഉമ്മ, ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് മാറി താമസിച്ചാലോ ഫ്ലാറ്റിലേക്ക്? നല്ല പുതുമ. എനിക്ക് എന്തിൻ്റെ കേടാ കുട്ടിയെ? എൻ്റെത് കന്നിപ്പയറാണ്. കന്നിപ്പയറായാലെന്താ?
അത് ഒന്നും ഒരു കുട്ടിയല്ല 2 കുട്ടിയെ പെറ്റക്കണ് പെടുന്ന്. അന്നപ്പം ഞാനത് പറഞ്ഞയച്ചേച്ച് നീച്ച് പായൂലേ, അനക്ക് അവിടെ നന്നാക്കണം ഇവിടെ നന്നാക്കണം. എന്നാൽ തന്നെ ഈ റൂം എന്തോ നീറ്റ് ആൻഡ് ക്ലീനാ. അമ്മട്ടജ് കെടുക്കണോടെ നന്നാക്കും. പോരാത്തിന് അവിടെ ചെന്നജ് വെച്ചുണ്ടാക്കുന്ന പണിയേക്കാരൻ എനിക്ക്. ഇജ് അടങ്ങി കിടക്കൂല എൻ്റെ പുന്നാര പെണ്ണെ, എനിക്കറിയാം. ഉമ്മ അതിപ്പോൾ ഞാനും മക്കളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? ആ ആ ആ അത് നല്ല കൂത്ത്. ചിലക്കാതെ അവിടെ കാല് നീട്ടി കിടന്ന മനുട്ടി ചെല്ലങ്ങോട്ട് കാലൊക്കെ നീട്ടിയാണ് വെച്ചൂട്. ഉമ്മ അത് ഒരു ഇതുമില്ല. അതെ പെറ്റ പെണ്ണാണ്. 90 ദിവസം നല്ലോ നോക്കിയെങ്കിൽ തന്നെ നമുക്ക് തടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. നാടി നരമ്പൊക്കെ ഒന്ന് റെഡിയായി കിട്ടാനേ 90 ദിവസം വേണം. അല്ലാതെ ഇപ്പോഴത്തെ പെൺകുട്ടികളുണ്ട് പെറ്റ് കിടന്ന് 2 ദിവസം തന്നെ കിടക്കുവാന്നാവും, 3-ാമത്തെ ദിവസം നീച്ച് പാഞ്ഞു. ഓല് അതാക്കലും ഇതാക്കലും അങ്ങോട്ട് മണ്ടലും ഇങ്ങോട്ട് മണ്ടലും പായലും ഒക്കെ പാടൊരു കഥ. പൊന്നാരൻ്റെ പെണ്ണെ, ഒരു 10-60 ദിവസമെങ്കിലും ഉമ്മാൻ്റെ കുട്ടി ഇവിടെ നിൽക്കി. എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നിങ്ങളൊക്കെ നോക്കട്ടെ. എനിക്ക് ആരോഗ്യം കഴിഞ്ഞ് കിടപ്പിലായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞാൻ നോക്കണേ മോളെ. എനിക്ക് പെറ്റമ്മ എൻ്റെ മരിച്ചു പോയിക്കണ് എന്ന് കണക്കാക്കരുത്. എൻ്റെ പെറ്റമ്മ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ജന്ത് വേണം കൈയും കാലൊക്കെ നീട്ടി നല്ല മട്ടത്തിന് കിടന്നാണ്. പിന്നെ എന്നോട് 40 കഴിഞ്ഞത് പറയാൻ ആരും ഉണ്ടാവില്ല. സമീറ അവിടെ നിന്ന് കൈയും കാലും നീട്ടി കിടന്നോ എന്ന് പറയാൻ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ കിടക്കാം. ശരിക്കും ഐഷും അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ സമീർ ഒരു നിമിഷം ഉമ്മ കരയില്ലേ ഉമ്മ? അല്ല മോളെ, മനസ്സ് തെടങ്ങാറുകൊണ്ട് പറഞ്ഞതാണ്. എന്താ മനസ്സിക്ക് സമാധാനമൊന്നുമില്ല. എൻ്റെ കുട്ടീൻ്റെ സ്ഥിതി എവിടെ ഏതൊക്കെയെന്നാവും. ഉമ്മ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കില്ലമ്മ. വൈകാതെ തന്നെ നവാസ്ക ഇവിടെ എത്തും. ഞാൻ അത്രക്കും നവാസ്കാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പൊന്നാര മോളെ, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എന്നാലുണ്ടല്ലോ ഒരു പെണ്ണൊരുത്തി അവിടെ സൗദ ഒരു വാക്കിൻ്റെ കുട്ടി വേദനയോട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഓൾക്ക് ചിറിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. നവാസിനെ ജയിലിൽ കൊണ്ടുപോയിന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാലും ഒരു ഇടങ്ങാറ് ഓൾക്കില്ല. കെട്ടിയ പെണ്ണല്ല എങ്ങനെ എൻ്റെ കുട്ടി നോക്കിയതോളെ അത്രക്കും നോക്കിക്കണ്. ഗൾഫൊക്കെ കൊണ്ടുപോലും അവിടെ നല്ല മട്ടത്തിൽ നിൽക്കലും. എന്നാലോ കേസ് മുഴുവൻ ഓൻ്റെ പേരിൽ എന്തൊക്കെയാവോ. ഇനിയിപ്പോൾ റിസ്വാന വക്കീൽ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയിക്കണ്. ഉമ്മ സാരില്ല, ഒക്കെ പഠിച്ചോൻ ആദ്യം നമ്മൾ പരീക്ഷിച്ചാലും പിന്നെ പഠിച്ചോൻ നമുക്ക് നന്മ തരും. മങ്ങൾ വിഷമിക്കല്ലേ. ഇല്ല മോളെ, ഞാൻ ഇടങ്ങാറോട് പറഞ്ഞതാ. കുട്ടിയെ കുടിച്ചാളി. 2 പായ ഞാൻ അവിടെ ചൂടാൻ വെച്ചിക്കണം അടുപ്പിൽ. അതാ കണൽമ കിടന്ന് കണ്ടിങ്ങനെ. ഇനിയിപ്പോൾ വാട്ടിയാലും പുഴിഞ്ഞാലൊന്നും ആ ഒരു ഇതുണ്ടാവില്ല എരിച്ചും കണ്ട് 2 കനൽമ വെച്ചിക്കണ്. ആ ഒന്നിങ്ങോട്ട് ആയിട്ട് ഞാൻ തൊലിച്ച് കൊണ്ടുവന്നേരാം കേട്ടാ. ഉമ്മ ഇത് മതി ഉമ്മ, കാടമുട്ട. അല്ലടി ആ 2 പൈതം മക്കൊക്കെ വെച്ച് മുലയെടുക്കണ്ട എനിക്ക്. 2 പള്ളർച്ച് മാണ്ടേ. 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളെ മാതിരിയല്ല. നല്ലോണം വലിച്ചു കുടിച്ചു. എനിക്കിപ്പോൾ 2-3 ഞാൻ എനിക്ക് പരിചയമാണല്ലോ. എൻ്റെ സാജിക്ക് അത്ര മാണ്ടില്ലേനു. പക്ഷെ ആൺകുട്ടികളാവുമ്പോഴേ കുറച്ച് തന്നിപ്പ് കൂടും ചെയ്യും, നല്ലോണം വലിച്ചു കുടിച്ചും ചെയ്യും. അപ്പോൾ നല്ലോണം തിന്നോ. ഇപ്പോൾ അത് കാടമുട്ടൊക്കെ വെച്ചാൽ നല്ല സാധനമാണ് ഉമ്മ. ശരിക്കും അതെ, ആ ഉമ്മ നോക്കുന്നത് കാണുമ്പോൾ ശരിക്കും സമീറക്ക് വല്ലാത്തൊരു സന്തോഷമാണ് വരുന്നത്, സങ്കടവും. റബ്ബേ, ഇത്രക്കും സ്നേഹമുള്ളൊരു ഉമ്മയെ പടച്ച റബ്ബ് എനിക്ക് തന്നതാണോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോവുകയാണ്. എന്നാൽ ഈ സമയം സൗദ സമീറക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ സൗദ കാണുന്നുണ്ട്. ഇടക്കിടക്ക് ഇത് അതും ഇതുമായിട്ട് പോണത്. എന്നാൽ അതാ ഐഷുമ്മ കണലിൽ വെച്ചിരുന്ന ആ പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല് വന്നു തുടങ്ങി. അപ്പോഴേക്കും ഐഷുമ്മ തന്നെ അത് അടുപ്പിൽ നിന്നെടുത്ത് അതിൻ്റെ ആ തൊലി പതുക്കെ ഇളക്കി മാറ്റുന്നു. കൈ വല്ലാണ്ട് പൊള്ളുന്നുണ്ട്. എന്നാലും ചുട്ട പഴം നല്ല രസമാണ്. ഉമ്മ നല്ല ചൂടുള്ള പഴം സ്പൂണ് കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു വാഴയില എടുത്ത് പാത്രത്തിൽ വെച്ച് അതും കൊണ്ടുപോയി കൊടുക്കുന്നു. സൗദ ഇത് കാണുന്നു. എന്താ തീറ്റിക്കല്! വേലക്കാരനെ തീറ്റിച്ച് അല്ലെങ്കിൽ തന്നെ ഭയങ്കര തടിയേക്കണം. ഇനിയിപ്പോൾ അതും കൂടി തിന്നാൽ പറയും വേണ്ടിവരില്ല. നേരത്തെ ഒരു നേരത്തെ ബൂസ്റ്റും കാടമുട്ടി, ഇപ്പം അതാ പഴം. ഞാനൊരാളുണ്ടല്ലോ ഇവിടെ കിടക്കണേ. ഇന്നെക്കുറിച്ചൊരു ചിന്തയെ കാര്യങ്ങളെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചിന്തിക്കും വേണ്ട. ചിന്തിച്ചിട്ടിപ്പോൾ എന്താ. ഏതായാലും നവാസ്ക ജയിലിലെത്തിയല്ലോ. ഫസീലാൻ്റെ ആ ഒരു കൊഞ്ചല് ഇനി ഞങ്ങൾ അവസാനിക്കും. എന്തേലും ഒരു തമ്മിലുള്ളൊരു സന്തോഷമോ എന്താണോ എൻ്റെ അടുത്തേക്കല്ല അങ്ങോട്ട് കണ്ടു.
നാളല്ലല്ലോ, അവിടെ കിടക്കട്ടെ നവാസ്ക, എന്നാൽ എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും. എന്നാൽ ഈ സമയം ഫസീല നവാസിനെ ഓർത്തിരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയിട്ടും അവൾക്ക് ആകപ്പാടെ ഒരു മൂകത, വിഷമം എല്ലാം കൂടെ. പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമ. എൻ്റെ കുഞ്ഞുവിൻ്റെ കല്യാണം നടത്തണമെന്ന് വരെ വിചാരിച്ചതായിരുന്നു. എൻ്റെ നവാസ്ക ഇവിടെ ഇല്ലല്ലോ. എൻ്റെ നവാസ്ക ഇവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞുവിൻ്റെ കല്യാണം എപ്പോഴോ നടത്തിയിരുന്നു. പെട്ടെന്ന് കുഞ്ഞു അതാ അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഇത്ത കരയണത്? ഒന്നുമില്ല മോനെ, മനസ്സിനുള്ളിൽ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞുവിൻ്റെയും മിസ്സിൻ്റെയും കല്യാണം നടത്തണം എന്നൊക്കെ. എന്താ ചെയ്യുക, മനസ്സത്തെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങി പോയില്ലേ. നവാസ്ക വരാതെ ഇനിയിപ്പോൾ എങ്ങനെയായിരുന്നു നിൽക്കുക? എൻ്റെ പൊന്നു ഇത്താത്ത, നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? മിസ്സിന് അവിടെ ഉണ്ടല്ലോ, അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നവാസ്കയുടെ കാര്യങ്ങളൊക്കെ തീരുമാനമാവട്ടെ, എന്നിട്ടിപ്പോൾ ഇത് നമുക്കൊരു സന്തോഷത്തോടു കൂടി. മോനെ, എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. എത്ര സന്തോഷം ഉണ്ടായിരുന്നു എന്നോ, എല്ലാം കൂടി ആകെ. അതൊന്നും സാരമില്ല. പിന്നെ വീട്ടുകാരാണല്ലേ കേസ് കൊടുത്തത്, സൗദത്തയുടെ വീട്ടുകാർ. എന്തിനാലേ, അവർക്ക് എത്ര ഉപകാരം ചെയ്തതാണ്. എന്നിട്ട് പോലും എന്താ അങ്ങനെ കേസ് കൊടുക്കാൻ കാരണം? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ശരിക്കും കുഞ്ഞു ഫസീലയോടത് പറഞ്ഞപ്പോൾ ഫസീല പറഞ്ഞു, മോനെ എന്താ ചെയ്യുക, വിധി വഴിക്ക് തങ്ങൂലല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയൊക്കെ ജയിലിൽ എന്തൊക്കെയോ കൂടുതലായിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ലഭിക്കുന്നത് പോലെ അതാ നമ്മുടെ രാഹുൽ സാറ് മനസ്സിലാക്കുന്നു. അതെ, കുഞ്ഞിക്കതിയ സാധാരണ എല്ലാവരും കിടക്കുന്ന സെല്ലിൽ ആണെങ്കിലും കൂടിയിട്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ആരൊക്കെ എന്തൊക്കെ എത്തിച്ചു കൊടുക്കുകയോ എന്തൊക്കെയോ ഒരു പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും അതെ, അവരെ കാണുമ്പോൾ എപ്പോഴും ചിരിച്ചു കളിച്ചുകൊണ്ടാണ്, ഉല്ലസിച്ചുകൊണ്ട്. എന്നാൽ കുഞ്ഞിക്കതിയുടെ മനസ്സിൽ കൂട്ടുകാരികളോട് പറയുന്നത് കുഞ്ഞിക്കതിയ ഇങ്ങനെയാണ്. അതെ, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചു കണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ നിന്നാൽ ഒരിക്കലും കുഞ്ഞിക്കതിയെ സമ്മതിക്കൂല. മനസ്സിലായല്ലോ? എൻ്റെ ഞാൻ വരച്ച വരയിൽ നിർത്തണം. എനിക്കതാണ് ഇഷ്ടം. അതിഞ്ഞി പിന്നെ മരുമകനാണെങ്കിലും ശരി. അല്ല കുഞ്ഞിക്കതിയെ, എന്ത് സംഭവിച്ചത്? എന്ത് സംഭവിക്കാനേ? എൻ്റെ മരുമകനെ, എൻ്റെ മകളെ, എൻ്റെ ചെറിയ മകളെ, എന്നെ ഒക്കെ അവന് കിട്ടണം. അവനെ ഞാൻ വീണ്ടും ജയിലിൽ തന്നെ ഇങ്ങോട്ട് കയറ്റി പറയാൻ പറ്റില്ലല്ലോ. അവനെ ജാമ്യത്തിന് ഇറങ്ങിയിട്ട് അവരെ ശിക്ഷയൊക്കെ ഇളവ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അതിനേക്കാളും നല്ല മൊഴികളൊക്കെ കൊടുത്തു. അല്ല, ശരിയാവില്ല. എന്നാൽ ജയിലിലുള്ള സ്ത്രീകൾ പറഞ്ഞു, അത് തന്നെ വേണം. എന്താന്നില്ലേ, ചിലറ്റെങ്കിൽ ഉമ്മ ഏതാ പെങ്ങന്മാരേതാ തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് കഴുതകളുണ്ട്. അതിൽ പെട്ടതാണോ നിങ്ങളെ മരുമകൻ നവാസ്? അതേതായാലും നന്നായി. അങ്ങനെയുള്ളവർക്ക് പുറത്ത് കിടക്കാൻ അവരെ സമ്മതിക്കരുത്. ആജീവാനന്തം അവിടെ കിടക്കുകയാണ് വേണ്ടത്. എന്താന്നില്ലേ, അങ്ങനെ തന്നെ അരിഞ്ഞു തള്ളുകയാണ് വേണ്ടത്. അല്ലാതെ പിന്നെ അതെ, അവനെ വീണ്ടും ഇങ്ങോട്ട് കയറ്റി. അതിനുള്ള കുറച്ചധികം പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കണ്ട് ശരിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും അവനിപ്പോൾ സെല്ലിൽ തന്നെ കിടപ്പുണ്ട്. കുഞ്ഞിക്കതിയുടെ ആ ഒരു അവസ്ഥ ശരിക്കും അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. നവാസിനെ വീണ്ടും കയറ്റി എന്ന് പറഞ്ഞപ്പോൾ പുത്തൻ വീട് തറവാട്ടുകാർ വലിയ ആൾക്കാരെന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരും നല്ലോണം ദാനം ചെയ്യുന്നവരും നല്ല സൽസ്വഭാവികളായ ആൾക്കാരാന്നുള്ള ചിന്തയുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനാണ് ഞാൻ ഇത്രയും ഇടങ്ങാറായി അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. എന്തായാലും ഒരു സംഖ്യൻ്റെ കടക്ക് ഉണ്ടാവും, കടക്ക് വീട്ടാന്നേ. നമ്മൾക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ, ആ കാര്യത്തിലൊന്നും വിഷമിക്കുകയേ വേണ്ട. കുഞ്ഞിക്കതിയ ഓരോന്ന് അത് കൂട്ടുകാരികളോട് പറയുകയാണ്. അല്ല കുഞ്ഞിക്കതിയ, നിങ്ങൾക്ക് എവിടുന്ന് ഇത്രയധികം ക്യാഷ്? അതൊക്കെ കിട്ടുന്നുണ്ട് മക്കളെ, ലക്ഷക്കണക്കിന് രൂപയാണ് മാസത്തിൽ വന്ന് ചാടുന്നത്. അതൊക്കെ ഉണ്ട് അല്ല. എന്നാലും അതൊക്കെ എൻ്റെ മരുവൻ്റെ പൈസ ഉണ്ട്. മരുവനുണ്ടല്ലോ, അവന് നല്ലോണം അവൻ്റെ ഷോപ്പിൻ്റെ മുഴുവൻ പൈസയും ഞങ്ങൾ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, എൻ്റെ മോൾ അക്കൗണ്ടിലേക്ക്. അതിപ്പോൾ അനിയത്തിൻ്റെ കയ്യിലുമാണ്. അത് പിന്നെ എന്തൊക്കെ തന്നെയാലും ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. നല്ലോണം ക്യാഷ് പൊട്ടിച്ചിട്ട് തന്നെയാണ് കേസ് അട്ടിമറിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും കേസാക്കിയതും അതുപോലെ തന്നെ കേസിൻ്റെ ഫയലുകളൊക്കെ നീക്കം ചെയ്തതും
അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഒരു വിചാരണ ഉണ്ടാവും. അപ്പം നവാസ് ശരിക്കും കൊടുക്കും. പുറം ലോകം കാണാത്ത രീതിയിൽ അവനെ കൊടുക്കണം. എന്നാലോ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങും വേണം. അതാണ് വേണ്ടത്. എങ്ങനെയുണ്ട്? അല്ല കുഞ്ഞിക്കതിയ, ഞങ്ങൾ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ മരുമകൻ്റെ ക്യാഷ് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ജീവിക്കുന്നു പറഞ്ഞത്? ആ അതെ. അല്ല, മരുമകൻ ആ അക്കൗണ്ടൊന്നും ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ക്യാഷ് അയക്കുന്നത് റദ്ദാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം ഞങ്ങൾ എത്ര ഓനെ കടുപ്പം കാട്ടില്ല, ഓന് അതൊന്നും ചെയ്യൂല. അവൻ്റെ മുമ്പെന്ന് ഞാൻ എൻ്റെ മോളെ പിടിച്ച് വലിച്ച് കൊടുന്നതിന് ഒരു ദിവസം പ്രസവത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് പിന്നെ അവൻ വന്നില്ല. എന്നാലോ വന്നില്ലെങ്കിലും ആ ഒരു ക്യാഷ് അവൻ റദ്ദാക്കിയില്ല. അത് ആ കറക്റ്റ് രീതിയിൽ കറക്റ്റ് സമയത്ത് ഇങ്ങനെ ആ ഒരു ഷോപ്പിൽ, വലിയ സൂപ്പർ മാർക്കറ്റ് എൻ്റെ മരുവനക്ക്, ആ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആ ഒരു ക്യാഷ് അത് മുഴുവനായി ഇതാ എൻ്റെ സൗദ എന്ന് പറഞ്ഞ മോളുണ്ട്, ഓളെ ഫോണിലേക്കാണ് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം. കുഞ്ഞിക്കതിയ, അതൊരു ചതിയല്ലേ? നിങ്ങളെ മരുമകനെ നിങ്ങൾ എത്രയൊക്കെ സഹായിച്ചിട്ടു സഹായിക്കുക. ഞങ്ങൾക്ക് വേണ്ട വലിയ വീട്, കാറ്, സ്ഥലം ഒക്കെ ഓൻ തന്നെയാണ്. ഇതായിരുന്നു പീഡിയ റൂമുണ്ട് വാടക കിട്ടാനുള്ള, അതൊക്കെ ഞങ്ങൾക്ക് ഓന് സെറ്റാക്കി തന്നിക്കണം. പക്ഷേ പുത്തൻ വീട് തറവാട്ടുകാർക്ക് ഒരു ഗമുണ്ട്. അവിടെ ഒരു ആയുഷ്മാ എന്ന് പറഞ്ഞൊരു തള്ളുണ്ട്. ആ തള്ളൻ്റെ വിചാരം ഓലയിലും മേലൊരു ആൾക്കാരില്ല എന്നാ. ഓല് വലിയ ദാനധർമ്മം കൊടുക്കുന്ന ആൾക്കാരും എല്ലാവരും സംരക്ഷിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടിയാണ്. അപ്പോൾ ഓലയിൽ മേലൊരു ആൾക്കാർ ഓൽക്ക് ഇല്ല എന്നാണ് വിചാരം. എന്നാലേ അവിടുത്തെ ഒരു മോന് ജയിലിലാണെന്ന് പറയുമ്പോഴേ പുത്തൻ വീട് തറവാടിൻ്റെ ആ ഓറയൊന്നങ്ങോട്ട് ഇടിഞ്ഞോളും. അതായത് ഓല അഹങ്കാരം ഉണ്ടല്ലോ, അവർ വലിയ ആൾക്കാരാന്നുള്ളത്, അതൊന്നണ്ട് ഇടിഞ്ഞു പോയിക്കോളും. അതിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പണിയൊക്കെ എടുത്തത്. എന്താന്നില്ലേ, പിന്നെ എൻ്റെ മോൾ അവിടുത്തെ മരുമകളായിട്ട് നിൽക്കണുണ്ട്. ആയുഷ്മാൻ്റെ അഹങ്കാരം കുറച്ച് കുറക്കണം. ഓളെ വിചാരം ഓളിനും മേലൊരു ആളില്ല എന്നാ. അല്ല, ആയുഷ്മാൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഭക്ഷണം എന്തൊക്കെ കൊടുക്കണം അവരല്ലേ? അവർ പാവാണല്ലോ. കൂട്ടത്തിലൊരു സ്ത്രീ പറഞ്ഞു, പാവം. എന്തായാലും വേണ്ട, പാവാണോ പാവല്ലോ എന്നല്ല, അത്ര പാടില്ല, കുറച്ച് പൊന്തി വരുമ്പോൾ ഒന്നങ്ങോട്ട് താവണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഓനെ കയറ്റിയത്. എന്നാൽ ആ ജയിൽവാസികളിൽ പലരും പറഞ്ഞു, എന്നാലും അത് വേണ്ടില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് അന്നം തരുന്ന കൈകളെ നിങ്ങൾ പിടിച്ച് ജയിലിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ അതങ്ങ് ക്യാൻസൽ ചെയ്താൽ നിങ്ങളെ ഇതൊക്കെ പോവില്ലേ? അതൊന്നും ഓൻ ക്യാൻസൽ ചെയ്യൂല. ഓൻ്റെ സ്വഭാവം എനിക്കറിയാം. ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയതല്ല ഓനെ ഞാനേ. ഓനതൊന്നും ഒഴിവാക്കൂല മക്കളെ. അതിൻ്റെ മരുവനാണ്. എന്താ താത്ത നിങ്ങൾ ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ? ഓൻ്റെ പണം വാണേനും നിങ്ങൾ ഓനെ ചതിക്കും ചെയ്യുക അല്ലേ? അത് ചിലപ്പോൾ ഇനി ഓന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുത്തിട്ട് അതൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കും. ഇപ്പോൾ ജയിലിലാകുമ്പോൾ ഫോണും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടാവില്ലല്ലോ. അതാണ് ഐഡിയ. അങ്ങനെ നിൽക്കട്ടെ, കിട്ടുന്നിടത്തോളം പോരട്ടെ, അതന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ ബാംഗ്ലൂരിൻ്റെ ആ ഒരു തെരുവിൽ അതെ അനീഷ് എല്ലാ കാര്യങ്ങളും റിസ്വാന വക്കീലിനോടും സഫീറിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം അതാ റിസ്വാന വക്കീൽ പറഞ്ഞു, നമ്മൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. അല്ല, അവൾ വരാറായോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുറച്ച് നേരത്തെ വരും. ആരെങ്കിലും കൊണ്ടുവന്ന് ഇറക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ബാറിലേക്ക് ആ ഭാഗത്തേക്ക് വരരുതെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രഹസ്യങ്ങളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. എപ്പോഴാണ് വരിക നിനക്ക് ഉറപ്പുണ്ടോ? വരികയെന്ന് വെച്ചാൽ ഏകദേശം ചിലപ്പോൾ ലേറ്റ് ആകും, ചിലപ്പോൾ 2 മണി 3 മണി അങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, എന്നാൽ അതാ റിസ്വാന വക്കീൽ പറഞ്ഞു, അതെ ഇക്ക, നമുക്ക് എന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നമുക്ക് താമസിക്കാം. അല്ല മോനെ അനീഷ്, ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടൂലേ? കിട്ടും, പക്ഷേ ഇവിടെ കുറച്ച് റെൻറ്റ് കൂടുതലാണ്. ഓ നോ പ്രോബ്ലം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നീ എവിടെ കിടക്കും? ഞാനിതവിടെ ബാൽക്കണിയിൽ. എനിക്ക് ബെഡ്റൂമിലേക്ക് പ്രവേശനമില്ല. ഞാനിവിടെ ഈ തണുപ്പും കാറ്റും ചൂടും മഴയൊക്കെ കൊണ്ട് ഇവിടെയാണ് കിടക്കുക. ഇത് ബാൽക്കണി, അത് അടുക്കളയുടെ ഭാഗത്തായതുകൊണ്ട് പുറം ലോകത്തെ കാഴ്ചകൾ അതും കാണില്ല. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ എന്നെ മയക്കുമരുന്ന് കേസിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണാവോ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനെയും വിചാരിക്കുമ്പോൾ എനിക്ക് മോനെ നീ വിഷമിക്കല്ലേ. അപ്പോൾ തന്നെ റിസ്വാന വക്കീൽ അതാ നജീബ് സാറിനെ വിളിക്കുന്നു. ഹലോ സാർ, നജീബ് സാറല്ലേ? അതെ.
ഇത് റിസ്വാൻ വക്കീലാണ്. ഓ, ഓക്കെ ഓക്കെ. ആ, പറയൂ മാഡം. ഞാൻ അതായത് നമ്മുടെ കുഞ്ഞിക്കതിയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട്, നവാസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ബാംഗ്ലൂരിലാണുള്ളത്. അതിൻ്റെ ഒരു തുമ്പ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആളെ കണ്ടിട്ടില്ല. അതായത് നവാസിൻ്റെ ഭാര്യയുടെ അനിയത്തി ഹസീന എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഒരാളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ആ, കിട്ടി. അതെ, അതായത് അവൻ അവൾ കൂടെ പോകുന്ന ഒരുത്തൻ, അതാണ് കിട്ടിയത്. ഓ, അനീഷ് എന്ന പേരുള്ള പാവം. ആ മാതാപിതാക്കൾ ഇവിടെ വന്ന് കരഞ്ഞ് പരാതി തന്നതായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അന്വേഷണങ്ങൾ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാടൊക്കെ കേരളം മുഴുവൻ ചെക്ക് ചെയ്തു, അവിടെയില്ല. പിന്നെ കോയമ്പത്തൂർ ആ ഭാഗത്ത് തമിഴ്നാട് ചെയ്തു. തമിഴ്നാടിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടില്ല. ഇനി അവിടേക്കൊന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടില്ല. അത് അവിടുത്തെ പോലീസിനോട് പറയണമെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷേ പിന്നെ അതിങ്ങനെ തുമ്പില്ലാതായി, അങ്ങനെ ആയി. പിന്നെ അവരതിനെക്കുറിച്ച് പറഞ്ഞുമില്ല. പെട്ടെന്ന് റിസ്വാൻ വക്കീൽ പറഞ്ഞു, നജീബ് സാർ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കില്ലേ? അതെ, ആ കക്ഷി ഇവിടെ ഉണ്ട്. അനീഷ് എന്നല്ലേ പേര്? ഏകദേശം ഒരു എത്ര വയസ്സ് തോന്നിക്കും? ഒരു 22. ആ, അതെ, 22കാരൻ. സുന്ദരനാണ്, സുമുഖനാണ്. എവിടെ ആ ഫോട്ടോ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ തന്നെ അതാ കാണാതായ ആ ഒരു ഫോട്ടോ അയച്ച് കൊടുക്കുന്നു. ശരിക്കും അതാ. അത് കണ്ടപ്പോൾ റിസ്വാൻ വക്കീൽ ഞെട്ടി. നജീബ് സാർ, ഇത് നല്ല ആപ്പിൾ പോലുള്ളൊരു മോനായിരുന്നല്ലോ. അതെ, കാണാൻ നല്ല ഭംഗിയുള്ള ലുക്കുള്ള ചെക്കനാണ്. ആദ്യം കരുതി ആണുങ്ങളാരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന്, പിന്നെയാണ് അറിഞ്ഞത് ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിയതാണെന്നുള്ളത്. ഓ പഠിച്ചോനെ, വല്ലാത്തൊരവസ്ഥ. എന്താ നജീബ് സാർ? ഒരു നിമിഷം ഞെട്ടി ചോദിച്ചു. അല്ല, ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ? അതായത് ശരിയായൊരു ഡ്രസ്സില്ല, ശരിയായി ഭക്ഷണമില്ല, ആർക്കോ വേണ്ടി ഒരു വേലക്കാരനെ പോലെ. ശരിക്കും അത് കേട്ടപ്പോൾ അതാ നജീബ് സാറിൻ്റെ മനസ്സൊന്ന് വേദനിച്ചു. വക്കീൽ, സത്യമാണോ പറയുന്നത്? അതെ, സത്യം. പക്ഷെ നാട്ടിലേക്ക് വിടാൻ കഴിയുന്നില്ല. അതായത് നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അവൻക്ക് ഭയമാണ് അവളെ. അവൾ പല മയക്കുമരുന്ന് കേസുകളിലും പിടിക്കപ്പെടും. അതുപോലെ തന്നെ നിന്നെ പെൺവാണിഭ കേസിന് അല്ലെങ്കിൽ പീഡനക്കേസിന് വേണ്ടിയിട്ട് നിനക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭയന്ന് ഇവിടെ നിൽക്കുകയാണ്. ശരിക്കും നജീബ് സാറിന് അതിൻ്റെ ഗൗരവങ്ങളെല്ലാം മനസ്സിലായി. ഒരു നിമിഷം, അതെ, ഒന്ന് കൊടുക്കുമോ? അപ്പോൾ തന്നെ നജീബ് സാറിൻ്റെ കോൾ അതാ ഫോൺ കൊടുക്കുന്നു. ഹലോ സാർ. മോനെ, ഞാൻ കേരളത്തിൽ നിന്ന് പോലീസാണ് സാർ. എൻ്റെ അമ്മയും അച്ഛനും അങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ സുരക്ഷിതമാണ്, ഞാനിവിടെ ജോലിക്ക് വന്നതാണെന്ന് കേട്ടോ. എൻ്റെ അമ്മയോടും അച്ഛനോടും പറയണം. എനിക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനക്കും ആരുമില്ല സാറേ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാണായിട്ട്. അവരുടെ ജീവിതം എങ്ങനെയാണെന്നോ എന്താണെന്ന് എനിക്കറിയുന്നില്ല. അപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റ് പറ്റിപ്പോയി സാർ. എന്താ മടുത്തോ നിനക്ക്? സാർ, മടുത്തെന്ന് വെച്ചാൽ മടുത്ത് പോകാമല്ലോ വീട്ടിലേക്ക്, പക്ഷേ മടുത്തിട്ടും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എനിക്ക്. സാർ, എന്നെ രക്ഷിക്കണം. ഓക്കെ, നിൻ്റെ വീട്ടുകാർക്ക് ഞാൻ വിളിച്ച് കാര്യങ്ങളെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ സാർ, ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം. വൈകാതെ തിരിച്ചെത്തുമെന്നും പറയണം സാറേ. നജീബ് സാറിനോട് കരഞ്ഞുകൊണ്ട് അതാ അനീഷ് പറയുന്നു. എന്നാൽ ഈ സമയം നജീബ് സാറ് അതാ നേരെ വിളിക്കുന്നു. അന്ന് പരാതി തന്ന ആ നമ്പറിലേക്ക്. അത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സേവ് ആയിരുന്നു. ഹലോ. ആ മോനെ, ആരാ ഇത്? എൻ്റെ കുട്ടി. എന്നാൽ ഫോൺ എടുത്തപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ ശബ്ദമാണ് കേട്ടത് നജീബ് സാർ. ഒരിക്കൽ പോലും ഫോണിലൂടെ പറയുന്നത് ശരിയല്ലെന്നവന് തോന്നി. ആ പിതാവേ, അതായത് ഞാൻ ഒരു കാര്യം സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. എന്താ, എൻ്റെ കുട്ടിയെ കിട്ടിയോ? എൻ്റെ കുട്ടിയെക്കുറിച്ച് വല്ല പേരുണ്ടോ? അതെ, നിങ്ങളുടെ കുട്ടി സുരക്ഷിതനാണ്. വൈകാതെ അവൻ കേരളത്തിലേക്ക് തിരിച്ചെത്തും. ഒരു ജോലി ആവശ്യാർത്ഥം അവൻ പോയതാണ്. എന്നാൽ ആ വൃദ്ധനായ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, അദ്ദേഹം വിതുമ്പിപ്പോയി. കൂടെ ഭാര്യയെയും വിളിച്ചു. നമ്മളെ ഉണ്ണിമോൻ അവിടെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. അതെ, അവർ മരണപ്പെട്ടു പോയി എന്ന് വരെ ചിന്തിച്ചതാണ്. കാരണം ഒരു നിമിഷം പെട്ടെന്നാണ് കാണാതെയായത്. എന്നാൽ നജീബ് സാറിൻ്റെ മനസ്സിൽ
പല വിഷമങ്ങൾ വന്നു. നേരെ അതാ ഭാര്യയെ വിളിച്ചു. ഷെഹർബാൻ, ആരെയൊക്കെ വിളിച്ചത്? അതെ, നമ്മുടെ അനീഷിനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണോ? മാഷാ അല്ലാ, എവിടുന്ന്? അതെ, അത് ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് കണ്ട് എത്തിയിട്ടുള്ളത്. അതെന്താ ഇവിടെ? അല്ല, ഒന്നുമല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ വൈകാതെ ഇങ്ങോട്ട് എത്തിക്കണം. അവൻ പെട്ടുപോയതാടി. അതെ, ചില പെണ്ണുങ്ങളുടെ കെണികളിൽ നമ്മൾ പെട്ടുപോകുമല്ലോ, അതുപോലെ ആ കുട്ടി പെട്ടുപോയതാണ്. എന്താ ചെയ്യുക? വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇക്ക, എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം വിചാരിച്ചിരുന്നു. എന്താ? നമുക്കവരുടെ വീട് വരെ പോയാലോ? അതെ, ഞാനും അത് വിചാരിച്ചു തന്നെയാണ്. സത്യം പറയാലോ, നമുക്ക് പോകാം. അങ്ങനെ അതാ നജീബ് സാറും വൈഫും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആ പിതാവിൻ്റെ ഫോൺ നമ്പർ അനുസരിച്ച് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അതാ അവിടെ എത്തി. ഒന്നുകൂടെ വിളിച്ചു. ഹലോ, ആ പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഒന്ന് കറക്റ്റ്. ആ മോനെ, പള്ളിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അതിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് തന്നെയാണ്. ആ, ഓക്കെ ഓക്കെ. അങ്ങനെ അതാ അവർ രണ്ടുപേരും പോകുന്നു. എന്നാൽ പോകുമ്പോൾ അവർക്ക് വേണ്ട ഇക്ക, അതെ എന്താ വാങ്ങാം? എന്താ വാങ്ങാം, നമുക്ക് കുറച്ച് അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് കുറച്ച് പലചരക്കായിട്ടും കുറച്ച് വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കൊടുക്കാം. അങ്ങനെ അത് സാധനങ്ങളെല്ലാം വാങ്ങി നേരെ അതാ അനീഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ നജീബ് സാറും വൈഫും. എന്നാൽ അവരുടെ ആ ദയനീയമായ കാഴ്ച കണ്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, പാവം ഒരു കൊച്ചുകുടില്, അതിൽ പ്രായമായ 2 മാതാപിതാക്കൾ ആ ഉമ്മറത്തിരിക്കുന്നു. എന്നാൽ അവർ വണ്ടി നിർത്തി അതാ അകത്തേക്ക് കയറി. അച്ഛാ, നമസ്കാരം. ആ മോനെ, കയറിയിരിക്കേ. നിങ്ങൾ? അതെ, ഞങ്ങൾ അവൻ്റെ കേസ് അന്വേഷിക്കുന്ന ഓർമ്മയില്ലേ അച്ഛന്? ആ, ഇപ്പോൾ ഓർക്കുന്നു. എന്താ? ഇപ്പം ഞാൻ ആ കേസിലില്ല, പക്ഷേ ഡീറ്റെയിൽസൊക്കെ കൈമാറാൻ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ആളുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയാലും മകൻ സുരക്ഷിതമാണ്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ മധുരങ്ങൾക്കുമായിട്ട് വന്നത്. മോനെ, ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പോഴേക്കും അതാ ആ അമ്മയും അടുക്കളയിൽ എത്തി. നജീബ് സാറിനെ മുമ്പിൽ ഒരുപാട് കരഞ്ഞു. ആകെ ഒരുള്ളൊരു ആനന്ദരിയായിരുന്നു. ദൈവം അതിലങ്ങ് കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിച്ച് ആശ്വസിക്കുകയാണ്. അല്ലാതെ എന്താ ചെയ്യുക? ഏയ്, അത് വെറും നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. വൈകാതെ നിങ്ങളുടെ മോൻ തിരിച്ചെത്തും, തീർച്ചയായും കേട്ടോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോനെ. ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് എൻ്റെ കുട്ടി എങ്ങോട്ടാണ് പോയത്? അതെന്ത് ബിസിനസ്സിന് വേണ്ടി പോയതായിരുന്നു. ആ, പിന്നെ അവിടെ അങ്ങനെ ഒരു ഹോട്ടലിലൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ഒന്നുകൊണ്ടും അമ്മ വിഷമിക്കല്ലേ നിങ്ങൾ കേട്ടോ. മകനെ സുരക്ഷിതമായി എത്തിക്കാം. എന്നാൽ അതാ നജീബ് സാറിന് അപ്പോൾ റിസ്വാന വക്കീൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. പെട്ടെന്ന് ആ രൂപം കണ്ട് അതാ അദ്ദേഹം ഞെട്ടി. വക്കീലേ, ഇത്? അതെ, ഇത് തന്നെയാണ് അവൻ. ആ അനീഷ തന്നെയാണ് ഇന്ന് ഈ രൂപത്തിലായി വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരു പാഠമാക്കേണ്ടതാണ് ഇതെല്ലാം. എന്നാൽ റിസ്വാന വക്കീൽ അവനെ കുറച്ച് ഉപദേശിച്ചു. മോനെ അനീഷ്, മോനക്കിപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയോ? ഞാൻ മോനെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. ഒരു ഇത്താത്തയുടെ സ്ഥാനത്ത് നിന്ന് മോനോട് ഞാൻ പറയുകയാണ്. അതായത് മോനെ, എന്തെങ്കിലും നിനക്ക് കിട്ടിയോ? ഒരു താൽക്കാലികമായ ആശ്വാസത്തിന്, താൽക്കാലികമായ സുഖത്തിന് നമ്മൾ നമ്മുടെ ഫാമിലിയെ നോക്കുക. അതുവരെയും പെറ്റുപോറ്റി വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ പോലും കണ്ണീര് കുടിപ്പിച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോകുന്നു. ഏറി വന്നാൽ 1 മാസമല്ല 2 ആഴ്ച ആകുമ്പോഴേക്കും മടുപ്പ് തുടങ്ങും. അതെ, അവരുടെ ആ ഒരു അവസ്ഥകൾ മനസ്സിലാക്കി നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിലുണ്ട്. എന്താ മോനെ, ഇപ്പം പഠിച്ചോ നീ ജീവിതം? ഒരിക്കൽ പോലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കണം. അതായത് ഞാൻ ഇങ്ങനെ പോയാൽ എൻ്റെ വീട്ടുകാരുടെ സ്ഥിതി എന്തായിത്തീരും, എൻ്റെ സ്ഥിതി എന്തായിത്തീരും, അതെ ഈ ഒരു സ്നേഹം പിന്നീടുണ്ടാകുമോ എന്ന് ചിന്തിക്കണം. എന്തൊരു കാര്യമായാലും അങ്ങനെ തന്നെ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. അല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വലിയ ദുരന്തത്തിൽ നീ വന്ന് വീഴും. മോനെ, ഇപ്പോൾ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വിഷമിച്ചു എൻ്റെ കാര്യം ആലോചിച്ചിട്ട്. കാര്യം ഞാനായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്, എൻ്റെ പാവപ്പെട്ട മാതാപിതാക്കൾ. എന്നാൽ ഈ സമയം അതാ നജീബ് സാറും വൈഫും
അവർക്ക് സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ തന്നെ റിസ്വാൻ വക്കീലിൻ്റെ ഫോണിലേക്ക് അത് സെൻഡ് കൊടുത്തു. റിസ്വാൻ വക്കീൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഫീറിനെ കാണിച്ചു. ഇന്ന് നോക്കിക്കേ, ആ മോനെ, നിൻ്റെ അമ്മയും അച്ഛനെയും കാണുന്നുണ്ട്, ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞു സഫീർ ആ ഫോണും എടുത്ത് അവൻ്റെ അടുത്ത് എത്തി. ശരിക്കും ആ മാതാപിതാക്കളെ കണ്ടപ്പോൾ അവൻ വിതുമ്പിപ്പോയി. അമ്മ, അച്ഛ, എന്നോട് ക്ഷമിക്കണം അച്ഛ, ഞാൻ അറിയാതെ നിങ്ങൾ എന്നെ അത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഉണ്ടാക്കി. പക്ഷെ നിങ്ങളുടെ ഒരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു പെണ്ണിൻ്റെ വലയിൽ വീണ് ഞാനിങ്ങ് പോന്നു. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, എൻ്റെ മാതാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിവില്ലാത്തവനായിപ്പോയി. എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഞാൻ ഈ ദുരിതക്കയത്തിൽ കിടന്ന് നീന്തുകയാണ്. അതെ, സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിച്ചാലുള്ള ശിക്ഷ എനിക്ക് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും എൻ്റെ പിതാവേ, മാതാവേ, നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. പുറത്തു തരണം, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. അവൻ ആ ഫോട്ടോ നോക്കി കരഞ്ഞു. എന്നാൽ റിസ്വാൻ വക്കീൽ പറഞ്ഞു, എങ്ങനെയുണ്ട് മോനെ? നിനക്ക് ഏതായാലും ഹസീനയുടെ കൂടെയുള്ള ജീവിതം അങ്ങ് മടുത്തു അല്ലേ? ആ മാതാപിതാക്കൾ എത്രമാത്രം കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുടിപ്പിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. മാതാപിതാക്കളുടെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അവരുടെ കണ്ണീര് വീഴാതെ നാം സൂക്ഷിക്കണം. മനസ്സിലായല്ലോ? ഏതായാലും തെറ്റ് പറ്റാനുള്ളത് പറ്റി. ഇനി നിനക്ക് പൂതിയുണ്ടോ ഇങ്ങനെ പോകാനേ? സ്വന്തം മാതാപിതാക്കളൊക്കെ വിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ ഇനി നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മേഡം, ഒരിക്കലുമില്ല. ഇനി ഒരിക്കലുമില്ല. ഒരു പ്രാവശ്യം ഒരു തെറ്റ് പറ്റി, ഇനി പറ്റില്ല. ഇനി ഞാൻ നല്ല രീതിയിൽ അങ്ങനെ വഴിക്കുക. ഇത് എല്ലാ ആളുകൾക്കും ഒരു പ്രചോദനമാണ്. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ. കെട്ടിയവനെ ഇട്ട് കണ്ടവൻ്റെ കൂടെ പോവുക, എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ഒഴിവാക്കി, ആരുമില്ല, എൻ്റെ സ്വർണം മുഴുവൻ എടുത്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരിക. അപ്പോഴേക്കും ഭർത്താവ് ഒഴിവാക്കിയിട്ടുണ്ടാവും, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ ഭാവിയാണ് നഷ്ടപ്പെടുത്തുന്നത് അവരായിട്ട്. എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരു മോട്ടിവേഷൻ ക്ലാസ് അത്യാവശ്യമാണ്. ശരിക്കും റിസ്വാൻ വക്കീൽ അത് പറയുന്നു. എന്നാൽ സഫീർ പറയുന്നു, ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവരുടെ നാട്ടിൽ തന്നെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് വെച്ചാൽ മതി. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ. പലരും സ്വന്തം കുടുംബത്തെ എല്ലാം വിട്ടൊഴിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകുന്ന പ്രവണത ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇനി അങ്ങനെ വരാൻ പാടില്ല. അതിന് നല്ലൊരു ക്ലാസ് കൊടുക്കണം റിസ്വാൻ വക്കീലിനോട് സഫീർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ സമയം ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒരു നിമിഷം അവൻ, സാർ, അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അല്പം നേരത്തെയാണ്. നിങ്ങൾ അപ്പുറത്തെ റൂമല്ലേ? ഓക്കെ, നിങ്ങൾ അതിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അല്പസമയത്തിന് ശേഷം അവൾ ഒരു കാറിൽ നിന്ന്, ഒരു ബ്ലാക്ക് റോൾസ് റോയ്സ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു വേഷം കണ്ട് ഒരു നിമിഷം റിസ്വാൻ വക്കീൽ ഞെട്ടി. എൻ്റെ റബ്ബേ, ഒരു മുസ്ലിം പെണ്ണാണോ അത്? വളരെ ചെറിയൊരു ഡ്രസ്സും ഹൈഹീൽ ചെരുപ്പും, മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ടല്ലോ. അതെ, കൂടെ ഒരാളും. എന്താ, ഞാൻ കൂടെ വരണോ? ഏയ് വേണ്ട, നോ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോവുകയും ചെയ്യുന്നു. അത് കണ്ട് ശരിക്കും റിസ്വാൻ വക്കീലും സഫീറും ഞെട്ടി. ഓഹോ, ഇവിടെ അവളുടെ ജോലി ഇതാണ്. എന്നിട്ട് ആ പാവം പയ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പോഴേക്കും അനീഷ് എന്ന് പറഞ്ഞു, ഫുഡ് എടുത്ത് വെക്ക്. എല്ലാം കേട്ട് റിസ്വാൻ വക്കീലും സഫീറും ഞെട്ടിപ്പോയി. അവനെ രക്ഷിക്കണം, രക്ഷിച്ചേ മതിയാവൂ. അവളാണിപ്പോൾ ആ ഫോണിൻ്റെയൊക്കെ അവകാശി. അവൾ പറയുന്ന പോലെയാണ്, അത് കണ്ടുപിടിക്കണം. അത് വലിയൊരു വഴിത്തിരിവാണ് കേസിൻ്റെ. എന്നാൽ റിസ്വാൻ വക്കീലും സഫീറും ആ നിമിഷം പുറത്തേക്ക് ഇറങ്ങിയില്ല. അവരുടെ നീക്കങ്ങളെല്ലാം അവർ രണ്ടുപേരും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കണം എന്നും അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിച്ചു. അനീഷിനെ വിളിക്കുകയും ഓരോന്ന് ഓർഡർ ചെയ്യുകയും ചെയ്യുന്ന ശബ്ദം അവർ ശരിക്കും കേട്ടു. പാവം ആ ഒരു കുട്ടിയുടെ അവസ്ഥ, സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വന്നതിൻ്റെ ശിക്ഷ ഇവിടുന്ന് തന്നെ അവന് കിട്ടുന്ന പോലെയാണ്. അതൊരു നിഷ്കളങ്കനായ കുട്ടിയാണ്, കാണാൻ ഭംഗിയുള്ള. അതുകൊണ്ട് തന്നെ പക്ഷെ അവൻ്റെ ജീവിതം ഇപ്പോൾ രൂപം ഇങ്ങനെയായി മാറി. അത്രക്കും പട്ടിണി രൂപം. ഈ ഒരു കോലത്തിൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടാൽ എന്തായാലും തിരിച്ചറിയാൻ തന്നെ പ്രയാസപ്പെടും. അതുകൊണ്ട് അവൻക്ക് നല്ല ഫുഡെല്ലാം വാങ്ങിക്കൊടുത്ത് കുറച്ച് ദിവസം അവനെ സംരക്ഷിക്കണം എന്നും റിസ്വാൻ വക്കീൽ തീരുമാനിക്കുന്നു.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.